ഒരു സന്തോഷം വാർത്ത അറിയിക്കാനാണ് നമ്മൾ ഇവിടുത്തെ ഷൂട്ടിന് പോയി വന്നപ്പോഴാണ് എൻ്റെ ബൈക്കിൻ്റെ ഞാൻ മീറ്റർ ചെക്ക് ചെയ്തപ്പം ബോധം കിട്ടിപ്പോയിടെ. പൾസർ 150 BS4 വണ്ടിയാണ് കേട്ടോ. വണ്ടിയുടെ മൈലേജൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ രക്ഷയില്ല. ഫസ്റ്റ് എടുത്ത മൈലേജ് ഭയങ്കര ഷോ ആയിരുന്നു. ഇപ്പോൾ ഓടി വന്ന് വണ്ടിക്ക് 60 മൈലേജ് കിട്ടി. അതല്ലടെ വന്ന് പറയാൻ വേറെ ഒന്നുമില്ല. നമ്മളെ വണ്ടി അങ്ങനെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എത്ര 7 വർഷം കൊണ്ട് ഈ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ്. ജോലിക്ക് പോകണ ഫുള്ള് ഇതിലാണ്, ഉള്ള ഓട്ടോ എല്ലാം ഇതിലാണ് കേട്ടോ. അങ്ങനെ ഓടി വണ്ടിയിൽ അടപ്പുളവിയിരിക്കുകയാണ്. അവൻ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് ഇപ്പോൾ ഓയിൽ മാറിയേ ഉള്ളൂ. പണ്ട് ബജാജ് എടുത്തപ്പോൾ കുറേ ഊളകൾ പറയാനായിട്ട് ബജാജ് എടുക്കല്ല്, അത് പറഞ്ഞ് സർവീസ് കൊള്ളൂല, അതിൻ്റെ എൻജിൻ ക്വാളിറ്റി കോപ്പാണ്, തേങ്ങയാണെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു പണി പോലും വന്നിട്ടില്ല. അവിടെ എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് പണ്ട് വേന സിനിമ എന്താ കണ്ടിട്ട് അവൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകില്ലേ, അതും കണ്ടിട്ട് രാവിലെ എണ്ണീറ്റ് ജോലിക്ക് പോയത്. അങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോയത് എതിരെ വന്ന ഒരുത്തമുണ്ട്. അവൻ്റെ വണ്ടിയിൽ ഇടിച്ച് പണിയായിട്ട് ഇതാ ഇത് കണ്ട, ഇവിടെ ഫുള്ള് മാറിയതാണ്. ഈ ഒരു സ്ഥലം ഫുള്ള് മാറി രണ്ടാമത് വെച്ചാണ് കണ്ട. ഇതാണ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ വണ്ടിയല്ലേ? ബജാജ് പൾസർ 150 BS4 ആണ് കേട്ടോ. ആദ്യം ഞാൻ വണ്ടി എടുക്കാൻ പോയത്, ഫസ്റ്റ് എടുക്കാൻ പോയ വണ്ടിയാണെന്നറിയാമോ? എൻ്റെ ഫേവറേറ്റ് വണ്ടി യമഹയുടെ ആയിരുന്നു. FC ആയിരുന്നു. അതെടുക്കാൻ പോയപ്പോൾ പൈസയുടെ കുറച്ച് ഇത് കാരണം ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ഇത്തിരി കൂടുതൽ കൊടുക്കണമായിരുന്നു. അപ്പം പൈസ അത്ര കയ്യിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ സുസുക്കി നോക്കിയിട്ടാണ് ഈ വണ്ടിയിലോട്ട് എത്തിയത്. ഈ വണ്ടി പണ്ട് നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയിരുന്നു, കോളേജിൽ നമ്മൾ ട്യൂട്ടറിയിൽ പഠിക്കാൻ പോയിരുന്നു. അപ്പം അവിടെ സാറിൻ്റെ കയ്യിൽ ഒരു പൾസർ 150 പണ്ടത്തെ വണ്ടി ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ നിൽക്കും, ചേട്ടാ ഇങ്ങനെ കൊള്ളാമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അന്നുകൊണ്ടുള്ള ചെറിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വണ്ടി സാധനം കൈ കിട്ടും. ഏകദേശം 7 വർഷമായിട്ടുണ്ട്. 7 വർഷമായിട്ട് ഒരു പണി പോലും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. സീരിയസ് ആയിട്ട് ഒരു പണി പോലും വന്നിട്ട്. ഞാൻ ഷോറൂമിലാണ് കൊടുക്കുന്നത്. ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മുടെ നോർമൽ വർക്ക്ഷോപ്പിൽ കൊടുക്കും. ആണ് വണ്ടിയുടെ അവസ്ഥ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ 150. ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. മീറ്റർ ഓണാക്കി. പക്ഷേ ആ പടമുള്ള പ്രശ്നം, ഈ ഒരു സാധനം ഫെയ്ഡായിപ്പോൾ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇങ്ങോട്ട് 1,98,000 1,98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കണം. ഇതിന് പടമുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്റർ ഫെയ്ഡായിപ്പോൾ. മീറ്റർ ഫെയ്ഡായിട്ട് ഒന്നും കാണാൻ പറ്റും ഇവിടെ. എന്തായാലും കൊള്ളാം കേട്ടോ. നല്ല രസമുള്ള വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റുള്ള വണ്ടി ഇതാണ് കേട്ടോ, ബജാജിൻ്റെ പൾസർ 150. ബജാജിൻ്റെ എല്ലാ വണ്ടികളും ഇഷ്ടമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു ഡിസ്കവർ ഉണ്ട്. ഏകദേശം ഇപ്പോൾ 12-13 വർഷമായി അതിൻ്റെ. പക്ഷേ എഞ്ചിൻ പണിയാതെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ ഇതാണ് കേട്ടോ. നമ്മൾ പണ്ട് ഓയിൽ മാറാതിട്ട് ഓടി, അങ്ങനെ എഞ്ചിൻ ചെറുതായിട്ടൊരു പണിയായി. പക്ഷേ ഇപ്പം കറക്റ്റ് ചെയ്ത് ഓടിയിരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് ഹോൺ. അടിപൊളി ഹോണല്ലേ. ഞാൻ ഇവിടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ കൂടി പറയാമെന്ന്. ചെറിയൊരു റിവ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പറയും ഹോണ്ടയാണ് ബെറ്റർ. പക്ഷേ ഹോണ്ടയാണ് ബെറ്റർ. എഞ്ചിൻ കാര്യത്തിൽ ഹോണ്ടയും യമഹയൊക്കെയാണ് ബെറ്റർ. പക്ഷേ നമ്മൾ എങ്ങനെ ഓട്ടിച്ചോ അതേപോലെ നമ്മളെ വണ്ടി നമുക്ക് തിരിച്ചു തരും കേട്ടോ. നമ്മളിപ്പോൾ ഓയിലൊന്നും മാറാതെ ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പണി തരും. പക്ഷേ ഓയിലൊക്കെ മാറി മെയിൻ്റെനൻസ് തന്നെ ഓടിക്കുകയാണെങ്കിൽ വണ്ടി നമുക്ക് പുതുപുത്തം പോലെ നമുക്ക് സൂക്ഷിക്കാം. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഈ വണ്ടിയിലുണ്ടാവും അവിടെ കുറച്ച് ചെളി മാത്രമേ ഉള്ളൂ. പക്ഷേ ടയർ പോയി. ടയർ ഇതിപ്പോഴത്തെ 4ാമത്തെ ടയറാണ്. പക്ഷേ വണ്ടി അടിപൊളി വണ്ടിയാണ് കേട്ടോ. എനിക്ക് വണ്ടിയുടെ വലിയ റിവ്യൂ ഒന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയണം വണ്ടി സെറ്റ് വണ്ടിയാണ്. ഇത് വണ്ടി ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ചായി. അപ്പം വണ്ടി ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കെല്ലാം മൈൻഡിൽ ഇതല്ല സ്ക്രാച്ച് ആയി നിൽക്കണം. അങ്ങനെ വീടിനടുത്ത് പോയി ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചാണ് അവിടെ. ഈ ഒരു ഇത് ലൂസാണ്, ഇവിടുത്തെ പോയി. ഇനിയിപ്പോൾ അടുത്ത് വണ്ടിക്ക് പോകുമ്പം കൊണ്ട് മാറാം. ഇത് കണ്ടോ, ഒരു ചിലന്തി അകത്ത് കയറി ഇരിക്കുകയാണ്. ചിലന്തിരുന്ന് ചത്തുപോയി. ഇങ്ങനെ ഒരു 4-5 മാസം ഇതുവരൊന്നും പറ്റിയില്ല. ചിലന്തി അവിടെ തന്നെ ഇരിക്കുകയാണ്, ചത്തുപോയില്ലേ. അതാണ് ബജാജ് 150യുടെ എൻ്റെ ഒരു റിവ്യൂ. 1,00,000 കിലോമീറ്റർ ഓടിച്ച എൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. വണ്ടി എന്ന് വെച്ചാൽ ലോങ് പോകാൻ കൊള്ളാം. പക്ഷേ ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ബാക്ക് നല്ല പെയിൻ ഉണ്ടാവും. ബാക്കിരിക്കണവരെ പില്ലിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഷോക്കാണ്. പക്ഷേ ഒത്തിരി കുറവാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. വണ്ടി പവർ എന്ന് വെച്ചാൽ നല്ല പവറുണ്ട്, അടിപൊളി പവറുണ്ട്. പക്ഷേ ലോങ് പോകണമെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിച്ച് പോയാൽ കുഴപ്പമില്ല കേട്ടോ. ഇതാണ് എൻ്റെ 150യുടെ അവസ്ഥ. പക്ഷേ ഞാൻ മാറ്റുന്ന ഓയിൽ വേറെ ഒന്നുമില്ല. ഞാൻ മാറ്റുന്ന ചിലപ്പോൾ ബജാജിൻ്റെ ഓയിൽ ഒഴിക്കും, അല്ലെങ്കിൽ ഞാൻ മോട്ടോകളുണ്ടല്ലോ, മോട്ടിൽ ഏറ്റവും കൂടുതൽ ഒഴിക്കുന്ന മോട്ടിലിൻ്റെ ഓയിലാണ്. രണ്ടും ഒഴിച്ചിട്ട് എനിക്ക് ഡിഫറൻറ്റ് തോന്നുന്നു. പക്ഷേ മോട്ടിലിൻ്റെ ഒഴിക്കുമ്പോൾ ഇത്തിരി കൂടി വണ്ടി ഒരു പെർഫോമൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മൈലേജ് എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു 58-60 മൈലേജ് സുഖമായിട്ട് കിട്ടും. എടുത്തപ്പോൾ അവന്മാർ 50 എന്തെങ്കിലും പറഞ്ഞത്. പക്ഷേ 60 മൈലേജ് എന്തായാലും എനിക്ക് കിട്ടുന്നുണ്ട്. പയ്യാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ 150യുടെ ഒരു റിവ്യൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യണം. ഓക്കെ.